ഓണത്തിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, അത് നടത്തുന്ന ആൾ പരമ ബോറനാണെന്ന്. കാരണം ഓണം എന്ന ആഘോഷത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ഈ ചർച്ച എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഇല്ലാതെയാവും. ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമൊക്കെയുള്ള സാധനമാണ്. അതിൽ ഓണത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആഹ്ലാദവും തമാശയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച, ഗൗരവത്തോടെയുള്ളൊരു ചർച്ച നടത്തി നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. പകരം വർത്തമാനം പറയാം, ഇത്തിരി വെടിവെട്ടവുമാകാം. ഇതേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് പേര് എൻ്റെ വലത്തും ഇടത്തുമായിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ ജ്യോതി, അവർ മലയാളത്തിലെ പണ്ഡിതയാണ്. അവരുടെ ഗവേഷണ വിഷയം എന്ന് പറഞ്ഞാൽ അത് തുഞ്ചത്തെഴുത്തച്ഛനും രാമായണവും ഒക്കെയാണ്. ഇപ്പുറത്തെ ഡോക്ടർ ഉമ, അവർ മലപ്പുറം ജില്ലയിലെ തിരുവാലിയിലെ സ്കൂൾ അധ്യാപികയാണ്. അവർ സംസ്കൃത പണ്ഡിതയാണ്. അപ്പോൾ രണ്ട് ഭാഷയിലെ പണ്ഡിതകളാണ് അവർ. ഡോക്ടർ ഉമയുടെ വിഷയം എന്ന് പറയുന്നത് ഭാഗവതമാണ്. അങ്ങനെ രണ്ട് വലിയ മഹാസാഗരങ്ങൾ അപ്പുറത്തും ഇരിക്കുന്നുണ്ട്. നടുവിൽ KM നരേന്ദ്രൻ എന്ന ഞാൻ. അപ്പോൾ ഓണത്തിനെക്കുറിച്ച് വലിയ ചർച്ചയ്ക്കല്ല, വർത്തമാനം പറയാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ ഒരു പാട്ടോട് കൂടിയിട്ടാവാം. അത് ഡോക്ടർ ജ്യോതി പാടുന്നതായിരിക്കും. ഓണമാണ് വിഷയം. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഈ ഓണത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്തുള്ളൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്നെങ്കിൽ ചരിത്രത്തിൻ്റെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം, അതിനെക്കുറിച്ചൊരു ചരിത്രകാരൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ പുരാണത്തിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്ന് ചിന്തിക്കാം. ഇതാണ് ഈ ആലോചനകളുടെ സാധാരണ രീതി. ഇത് രണ്ടും അട്ടർ കൺഫ്യൂഷനിലാണ് എത്തുക. എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തിൽ കൃത്യമായിട്ടൊന്നും ഓണത്തെക്കുറിച്ച് പറയുന്നില്ല. പലതും പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഓണം ഉത്ഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു ചരിത്രകാരനും ഇന്നേ വരെ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ എന്താ പറയുക, പുരാണങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാരതീയ പുരാണങ്ങളോട് നേരിട്ട് ബന്ധമുള്ളതല്ല ഈ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്ന കഥ. അങ്ങനെ ഒരു കഥ എവിടെയും കാണുന്നില്ല. അത് കേരളത്തിൽ മാത്രം എങ്ങനെയോ പ്രചരിച്ചു വന്ന ഒരു കഥയുമാണ്. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇതെങ്ങനെ ഇങ്ങനെയൊരു ആഘോഷം കേരളത്തിൽ വന്നു, എങ്ങനെ ഒരു കഥ ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആകെ നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, മാവേലി നാടുവാണെന്ന ഒരു കാലത്ത് എല്ലാവർക്കും സമത്വസുന്ദരമായൊരു കേരളം ഉണ്ടായിരുന്നു. അതുപോലൊരു കേരളം, അതുപോലൊരു ലോകം ഭാവിയിൽ നമുക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്സവം, അത് നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാം. ഈ വിഷയത്തിൽ നമ്മുടെ ഡോക്ടർ ഉമയോടാണ് എൻ്റെ ചോദ്യമല്ല, നമ്മുടെ വർത്തമാനം. ഈ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? മഹാബലി കേരളം ഭരിച്ചു എന്ന രീതിയിൽ ഒരു പരാമർശവും പുരാണത്തിൽ കാണാൻ കഴിയില്ല. പ്രധാനമായിട്ട് രണ്ട് പുരാണങ്ങളിലാണ് വാമനൻ്റെയും മഹാബലിയുടെയും കഥ പറയുന്നത്. വിഷ്ണു പുരാണത്തിലും ഭാഗവത പുരാണത്തിലും. അതിൽ ഭാഗവത പുരാണം നമുക്ക് ഈ കാലത്ത് വളരെയധികം പ്രചാരം ഉള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത്, മഹാബലി ഭൃഗുകച്ചം എന്ന സ്ഥലത്ത് നർമ്മദാ നദിയുടെ തീരത്ത് ഒരു യാഗം നടത്തി അവിടേക്ക് വാമനമൂർത്തി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നർമ്മദാ നദി എന്ന് പറയുമ്പോൾ അത് കേരളവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാബലിയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്നും നമുക്ക് പുരാണത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ ഈ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള പ്രയോഗം, അതെങ്ങനെയാണ് ആ ഒരു പ്രയോഗത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വളരെ ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഭാഗവത പുരാണത്തിലെ അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിലെയും കഥയനുസരിച്ച് വാമനമൂർത്തി വന്നു. അദ്ദേഹത്തിനോട് മഹാബലി എന്തും തരാം എന്നുള്ള രീതിയിൽ, അത് മഹാബലിയുടെ ഒരു മഹത്വമാണ്, എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. വാമനൻ 3 അടി മണ്ണ് മാത്രം ചോദിച്ചു. അതിനുശേഷം ഈ മഹാബലിയുടെ ആ മഹത്വവും ദാനവീരത്വം എന്നൊക്കെ, ദാനവീരൻ എന്നുള്ളൊരു പ്രയോഗം തന്നെ നമുക്കുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്.
മൂന്ന് തരത്തിൽ ഭഗവാൻ ഒരു അനുഗ്രഹ വർഷം തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന്, സുതലം എന്ന ലോകത്തിലേക്ക് മഹാബലിയെ അയച്ചു. സുതലത്തെപ്പറ്റി ഭാഗവത പുരാണത്തിൽ പറയുന്നത് സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം എന്നാണ്. സ്വർഗമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ വിചാരിക്കും. എല്ലാവരും സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. പക്ഷേ അവിടെ ഉള്ളവർ പോലും ആഗ്രഹിക്കുന്നതാണ് ഈ സുതലം എന്നുള്ള ലോകം. ഇപ്പോൾ സ്വർഗത്തേക്കാൾ മനോഹരമായിട്ടുള്ള, അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഈ സുതലത്തിലേക്ക് മഹാബലിയെ പറഞ്ഞയച്ചു. സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. അതെ, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്ന് പറഞ്ഞതുപോലെ സ്വർഗിഭിപ്രാർത്ഥ്യം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നാമത്തെ അനുഗ്രഹം. പിന്നീട് മഹാബലിക്ക് ഉള്ളിലെവിടെയോ ദേവേന്ദ്രനാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ഭഗവാന് വാമനമൂർത്തിക്ക് തോന്നിയിട്ടാവണം അടുത്ത ദേവേന്ദ്രനാവാം എന്നുള്ളൊരു അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ പൊതുവേ എല്ലാവരും, ഭൂമിയിലുള്ള എല്ലാവരും, ഈ കഥകളിൽ പറയുന്ന രാജാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ഇന്ദ്രപദവി എന്നുള്ളത്. അപ്പോൾ ആ ഇന്ദ്രപദവി അടുത്ത ഇന്ദ്രനായിട്ട് വാഴിക്കാം എന്ന് അനുഗ്രഹിച്ചു. ഇനി വേറെ ഒരു അനുഗ്രഹം, അത് ഈ പുരാണങ്ങളിൽ വേറെ ഒരാൾക്കും ഈ ഒരു അനുഗ്രഹം കൊടുത്തതായിട്ട് കാണാൻ കഴിയില്ല. ഞാൻ തന്നെ അങ്ങേക്ക് കാവൽ നിന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ഭക്തനായിട്ടുള്ള ബലിക്ക് കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ, വേറെ ആർക്കും കിട്ടാത്ത അനുഗ്രഹങ്ങൾ കൊടുത്തു എന്നിരിക്കെ ഈ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെയുള്ള പ്രയോഗം എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാലക്രമത്തിൽ എങ്ങനെയോ വന്നുപെട്ട ഒരു പിഴവ് ആണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ജ്യോതിക്കും പറയാനുണ്ടാവല്ലോ, നിങ്ങളുടെ വായനയിൽ എന്തൊക്കെയാണ്? ഓണത്തിനെ കുറിച്ച് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മഹാബലിയെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പുരാണങ്ങളിലുണ്ട്. അപ്പോൾ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയുള്ള മഹാബലിയെ പോലെ അത്ര നല്ലവനാവണം, ധർമ്മിഷ്ഠനാവണം ശ്രീരാമൻ എന്ന് പറയുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്ന ഒരു ഭാഗം വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈരുദ്ധ്യം? എങ്ങനെ നോക്കിയാലും ഓണത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മഹാബലി ആയാലും ശരി, മഹാവിഷ്ണുവായാലും ശരി, വ്യത്യസ്ത രീതിയിലുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വാസ്തവം. ഒന്നത്. പിന്നെ ഈ സംഘം കൃതികളിൽ, അത് പ്രത്യേകിച്ചും തമിഴ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംഘം കൃതികളിൽ പതിറ്റുപത്തിലായാലും ശരി, അങ്ങനെ പല പല കൃതികളിലായിട്ട് മഹാബലിയെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. ഓണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സങ്കല്പം അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഭാരതീയ പുരാണങ്ങളിൽ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. എങ്ങനെയോ കേരളത്തിൽ മറ്റൊരു കഥ ഇവിടെ പ്രചരിച്ചു. പക്ഷെ ആ കഥയുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബലിയെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓണം എന്ന ഒരു സങ്കല്പം നമ്മളിന്ന് നിലനിർത്തുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു കേരളീയമായ ആ ഒരു കഥയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടതുമില്ല. എന്നാൽ ഭാരതീയമായ കഥ മറക്കേണ്ടതുമില്ല. അപ്പോൾ വാമനനെയും സ്വീകരിക്കാം, അതുപോലെ ബലിയെയും നമുക്ക് സ്വീകരിക്കാം. കാരണം ചവിട്ടിത്താഴ്ത്തിയ വാമനൻ എന്ന് പറയുന്നത് ഒരു കഥയാണ്, വെറും തെറ്റായ ഒരു കഥയാണ്. അതേസമയം ഇവിടെ ബലിയും ഉണ്ടായിരുന്നു. കഥകളിലായാലും എന്തായാലും നമ്മുടെ മനസ്സുകളിലാണെങ്കിലും ബലിയുമുണ്ട്, അതുപോലെ വാമനനുമുണ്ട്. നമുക്കിത് രണ്ടുപേരെയും ആരാധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഓണം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇവിടെ ചരിത്രകാരന്മാരുടെ ഇടയിലും ഇതുപോലെ വലിയ കൺഫ്യൂഷൻസ് ഉണ്ട്. എങ്ങനെയാണ് തിരുവോണം അല്ലെങ്കിൽ ഓണാഘോഷം ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടർ എൻ വി കൃഷ്ണവാര്യരുടെ അതിവിചിത്രമായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അസീറിയൻസ് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വന്ന ശേഷം അവരുടെ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉത്സവമാണ് കേരളത്തിലെ ഈ ഓണമെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ തൃക്കാക്കരപ്പനൊക്കെ ഇല്ലേ, ആ തൃക്കാക്കരപ്പനൊക്കെ അവിടുത്തെ ഒരു രീതിയുടെ തുടർച്ചയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ അങ്ങേയറ്റത്തെ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനവുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അസീറിയുമായിട്ട് ഇദ്ദേഹം പറയുന്നൊരു കാലത്ത് കേരളത്തിന് ഒരു തരത്തിലുമുള്ള സാംസ്കാരിക ബന്ധമോ അല്ലെങ്കിൽ വാണിജ്യ ബന്ധമോ ഇല്ല അസീറിയുമായിട്ട്. ഉണ്ടെങ്കിലല്ലേ ഇവിടെ അതിന് ഒരു തുടർച്ച ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് ഒരു സമാനതകൾ കാണിക്കാൻ പറ്റും. രണ്ട് സംസ്കാരങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു എന്ന് തോന്നാം, പക്ഷെ അത് എങ്ങനെയോ സമാനത വന്ന് പോയതാണ്.
അല്ലാതെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കൂടി നമുക്ക് തെളിയിക്കണം. അത് വളരെ ചരിത്രപരമായിട്ട് തന്നെ തെളിയിക്കണം. ഈ കേസരി ബാലകൃഷ്ണപിള്ളയും ഇതുപോലുള്ള ഒരു ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും സത്യത്തിൽ ഒരു ഫാക്ച്വൽ ബേസിസ് ഇല്ല. ഈ ഫാക്ച്വൽ ബേസിസ് ഇല്ലാതെ ചരിത്രം പറയുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ തിയററ്റിക്കലി ഇത് ശരിയാണെന്ന് തോന്നും. പക്ഷേ എന്താണ് തെളിവ്? നിങ്ങൾക്ക് ഉത്ഖനനങ്ങളിലൂടെ ഇതിനൊക്കെ ശരിവയ്ക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഒരേപോലെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഒരേപോലെ ഉണ്ട് എന്നത് ഒരു സംസ്കാരം മറ്റതിനെ സ്വാധീനിച്ചതാണ്, അല്ലെങ്കിൽ ഈ സംസ്കാരം മറ്റതിനെ സ്വാധീനിച്ചതാണ് എന്നതിന് തെളിവല്ല. ഒരേപോലെ ഉണ്ടാകാം. ഇപ്പോൾ പ്രാചീന ലിപികൾ, ഉദാഹരണത്തിന് ഇപ്പോൾ അയർലൻഡിലെ പ്രാചീന ലിപിയും നമ്മുടെ സൈന്ധവ നാഗരികതയിലെ പ്രാചീന ലിപിയും ഏതാണ്ട് ഒരുപോലെയാണ്. കണ്ട ഒന്നാണെന്ന് തോന്നും. എന്ന് വെച്ച് അയർലൻഡിലെ പ്രാചീന ലിപികളും ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു സാഹിത്യം എഴുതി വെച്ചാൽ അത് തെറ്റാണ്. അതിന് തെളിവൊന്നുമില്ല. കാരണം ആ പ്രാചീന കാലത്തുള്ള ആദിമ ലിപികൾ ഏകദേശം എല്ലാ രാജ്യത്തും ഒരുപോലെയാണ്. കണ്ടാൽ അതിന്റെ ഷേപ്പ് ഒരുപോലെ ഇരിക്കും. മനുഷ്യന്റെ ചിന്തകൾ ഏത് ദേശത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ടാവാം അല്ലേ? നമ്മുടെ സംഗീതത്തിൽ ആദിതാളം ലോകത്തിൽ എല്ലായിടത്തും ഇല്ലേ? അതിനർത്ഥം അമേരിക്കയിലെ ആദിതാളം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താണെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ. അപ്പോൾ അതുപോലെയുള്ളൂ അത്. അപ്പോൾ അസീറിയൻ ഒരു ഉത്സവം, അതുപോലൊരു ഉത്സവം അവിടെ ഉണ്ടാവാം. തൃക്കാക്കരപ്പൻ അതാണെന്ന് പറയുന്നതിനൊന്നും എനിക്ക് കേരളത്തിലുള്ള തൃക്കാക്കര കേരളത്തിലുള്ള സ്ഥലമാണ്. ആ തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കുന്നത് അസീറിയൻ ആണെന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. മറ്റേതാദ്യം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ എന്താണ് പഴയ സംഘകാല കൃതികളിൽ ചില പരാമർശങ്ങളിലൊക്കെ ഉണ്ടെന്നും. അത് ശരിയാണ്. ഇപ്പോൾ മധുരൈ കാഞ്ചിയിൽ അതിൽ പറയുന്നത് അത് 2nd സെഞ്ച്വറി BC വന്ന ഒരു കൃതിയാണ്. നെടുഞ്ചെഴിയൻ രണ്ടാമൻ്റെ കാലത്താണ് അത് വന്നത്. മായൻ എന്ന പേരുള്ള അതെ 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 അത് വിഷ്ണു ആണെന്നാണ് പറയുന്നത്. വിഷ്ണു ആണെന്ന് ആയിരിക്കാം. വിഷ്ണുവിൻ്റെ എന്ന് മാത്രമല്ല വൈഷ്ണവ ഭക്തരായിരുന്നു ഇവരുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ തമിഴ് കവികൾ. കുറേ ശൈവ കവികളുമുണ്ട്, കുറേ ഈ വൈഷ്ണവ കവികളുമുണ്ടല്ലോ തമിഴിൽ. അത് ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു സംശയം, ഇത് നിങ്ങൾക്ക് വെറും സംശയം മാത്രമാണ്, അല്ലാതെ എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ പറയാനില്ല. അതായത് പ്രാചീന സംഘകൃതികളിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഓണത്തെക്കുറിച്ചുള്ള പരാമർശം, പക്ഷേ കേരളത്തിൽ മാത്രമേ തിരുവോണം എന്ന അല്ലെങ്കിൽ ഓണം എന്ന ഉത്സവം ബാക്കി നിന്നുള്ളൂ. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് കാണുന്നില്ല? ഉണ്ടാവണമല്ലോ. നിങ്ങളിപ്പോൾ മധുരൈ കാഞ്ചിയിൽ എന്ന് പറയും ഒരു ഉത്സവത്തെക്കുറിച്ച് പറയുന്നു, മധുരയിൽ ആ ഉത്സവം നടന്നിരുന്നു എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല അവിടെ ആ കൃതിയിൽ ഇതുകൂടിയുണ്ട്, ഓണം ഉണ്ടിരുന്ന ഒരു വർണ്ണന കൂടിയുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, എങ്കിൽ മധുരയിൽ എന്തെങ്കിലും ഇതിൽ ബാക്കി വേണ്ടേ? അല്ലെങ്കിൽ തഞ്ചാവൂർ ബാക്കി വേണ്ടേ? തൃശ്ശിനാപ്പള്ളിയിൽ ആ ഏരിയയിൽ ബാക്കി വേണ്ടേ? മദിരാശിയിൽ വേണ്ട, കാരണം അത് ആന്ധ്രാപ്രദേശിൻ്റെ അടുത്തുള്ളൊരു നഗരമാണ്. പക്ഷേ ഇത് മധ്യ തമിഴ്നാട്ടിലുള്ള ഈ സ്ഥലത്തെങ്കിലും ഓണത്തിൻ്റെ എന്തെങ്കിലും അവശേഷിപ്പ് വേണ്ടേ? അവിടെ ഒന്നും കാണുന്നില്ല. നേരെ മറിച്ച് ഈ കേരളത്തിലാണ് ഇത്, കേരളത്തിൽ മാത്രം കാണുന്നു. അപ്പോൾ ആ സംഘകാല കൃതികളിൽ പറഞ്ഞിരിക്കുന്ന ഓണം എന്തുകൊണ്ട് അവിടെ കാണാതെ പോയി ഇവിടെ വന്നു എന്നൊരു ചോദ്യം. അതിനെങ്ങനെയാണ് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? കൊച്ചി രാജാക്കന്മാർ നടത്തിയിരുന്ന അത്തച്ചമയം ഘോഷയാത്ര മുതലായ കാര്യങ്ങളുമായിട്ട് അതുമായിട്ട് ഏറ്റവും കൂടുതൽ അതുമായിട്ടാണ് ബന്ധമുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അതെ, എന്തുകൊണ്ടും ഇതൊന്നും അവിടെ വന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഈ തമിഴകം എന്ന് പറഞ്ഞാൽ അതിൽ മലയാളം, കേരളം കൂടി ഉൾപ്പെടുന്നു. അത് ഇത് ഇവിടെ മാത്രം വന്നത് എന്തുകൊണ്ട്? ഇത് മാത്രമല്ല, ഇതിൻ്റെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ആലോചിക്കണം. നമ്മളീ പറയുന്ന അത്തച്ചമയമൊക്കെ തുടങ്ങുന്നത്, അതായത് ഇപ്പോൾ തൃക്കാക്കരയുടെ ആ ഒരു കാലമൊക്കെ തുടങ്ങുന്നത് AD 9ാം നൂറ്റാണ്ടിലൊക്കെയാണ്. ഈ പറയുന്ന മധുരൈ കാഞ്ചി എന്നൊക്കെ പറയുന്നത് BC 2ാം നൂറ്റാണ്ടിലാണ്. നല്ല വ്യത്യാസമുണ്ട്, ഒരു 10 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു പൊരുത്തക്കേടില്ലേ? എൻ്റെ ഒരു സംശയം മാത്രമാണത്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത് കാണുന്നില്ല? എന്നേരെ മറിച്ച് കേരളത്തിൽ ഏകദേശം കന്യാകുമാരി തൊട്ട് അല്ലെങ്കിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും ഓണമുണ്ട്. ഇനി ഇതേ സമയത്ത് ബദരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാമന ജയന്തിയോട് അടുപ്പിച്ച് ഒരു ചടങ്ങ് നടക്കുന്നതായിട്ടും അറിവുണ്ട്. അതിൻ്റെ അടുത്ത് മനാവ് ഗ്രാമത്തിൽ ഈ സമയത്ത് പോകുന്നു, അവർക്കൊക്കെ സദ്യയൊക്കെ കൊടുക്കുന്നു ഗ്രാമവാസികൾക്ക്. അപ്പോൾ അത് പിന്നെ ഉത്തരേന്ത്യയിൽ അവിടെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് ഇല്ലാതായി എന്നുള്ള സാറിൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് അത്. അതെ, അവിടെയാണ് അതിന്റെ ചരിത്രം തുടങ്ങുന്നത്. അവിടെ അതൊന്നും കാണുന്നില്ല. അതെ അതെ, കേരളത്തിൽ ഇതുണ്ട് താനും. ഈ പുരാണങ്ങളുടെ കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻ
ഈ ചരിത്രത്തിൻ്റെ കാര്യത്തിലും അതുപോലൊരു കൺഫ്യൂഷൻ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഓണത്തിൻ്റെ കാര്യത്തിലുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പം മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നുണ്ട്. പക്ഷേ എവിടെയും ഈ തമിഴ്നാട്ടിൽ കൂടുതൽ തമിഴ് ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കെ എന്തുകൊണ്ട് ഇത് കേരളത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി എന്നുള്ളത് എവിടെയും നമ്മൾ വായിക്കുന്നുമില്ല. വേറൊന്നെന്താ വെച്ചാൽ ഇത് ഇന്ദ്രവിഴ എന്ന് പറഞ്ഞൊരു പഴയ ഉത്സവം ഉണ്ടായിരുന്നു. അത് ഇന്ദ്രനെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ ഒരു ഉത്സവത്തിൻ്റെ അങ്ങനെ ഒരു ഉത്സവമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ദ്രൻ മാറി അവസാനം വിഷ്ണു ആ സ്ഥാനത്ത് വന്നതാണ് എന്ന ഒരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട്. അതായത് വാമനമൂർത്തിക്ക് ഉപേന്ദ്രൻ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതായത് അതിഥിയുടെ മകനായിട്ടാണ് വാമനനായി അവതരിച്ചത്. അപ്പോൾ അതിഥിയുടെ മകനാണ് ദേവേന്ദ്രനും. അതുകൊണ്ട് അടുത്ത ആൾ എന്നുള്ള അനുജൻ എന്നുള്ള രീതിയിൽ ഉപേന്ദ്രൻ എന്നുള്ള പേര് പറയാറുണ്ട്. അപ്പോൾ ഒരു സഹസ്രനാമത്തിലൊക്കെ പറയുമല്ലോ ഉപേന്ദ്രോ വാമന പ്രാംശ. അപ്പോൾ ആ ഇന്ദ്രനാണോ എന്നുള്ളത് പറയുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. മാത്രമല്ല പിന്നെ മഹാബലി ദേവേന്ദ്രനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഗോവർദ്ധനത്തിൻ്റെ കഥ, ഗോവർദ്ധനോദ്ധാരണത്തിൻ്റെ കഥയിൽ വാസ്തവത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു വരികയാണല്ലോ. അവിടെ നോക്കുമ്പോഴും ഇന്ദ്രനെ പുറത്താക്കി വിഷ്ണു എന്ന പുതിയൊരു അവതാരമൂർത്തി ജനങ്ങളുടെ മനസ്സിൽ പ്രാധാന്യം വരുന്നു എന്നൊരിതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാമന സങ്കല്പം, വാമന ജയന്തിയായിട്ട് ആഘോഷിക്കും. അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഇതൊക്കെ ശരിയാണെന്ന്, അതായത് ചരിത്രകാരന്മാർ ചാരി ഇരുന്നിട്ട് വർത്തമാനം പറയുന്നതാണ് ഇതൊക്കെ, അല്ലാണ്ട് അതിന് പൂർണ്ണമായിട്ട് തെളിവുകളൊന്നുമില്ല. പിന്നെ കേരളത്തിൽ തന്നെ ശരിക്കും ആ തെക്കൻ ഭാഗങ്ങളിൽ ഉള്ള അത്ര ആഘോഷങ്ങൾ വടക്കോട്ട് വരുമ്പോൾ ഉണ്ടാവുന്നില്ല. പിന്നെ പ്രാദേശികമായിട്ട് പല കലാരൂപങ്ങളും പല സ്ഥലങ്ങളിലും ഈ സമയത്ത് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ തുമ്പിതുള്ളൽ എന്നൊക്കെ പറയുന്നത് അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ തെക്കൻ ഭാഗത്തൊക്കെ ആണെങ്കിൽ അത് വളരെ പ്രചാരത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ പ്രാദേശികമായിട്ടും വ്യത്യാസം ഉണ്ട്. 3-ാം ഓണം 4-ാം ഓണം, അതായത് അവിട്ടം ചതയം എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കലണ്ടറിൽ എഴുതിയിട്ടേ കണ്ടിട്ടുള്ളൂ. നമുക്ക് തിരുവോണത്തോടു കൂടി അവസാനിച്ചു. പക്ഷേ തെക്കൻ ഭാഗങ്ങളിൽ അങ്ങനെയല്ല. അവിടെ ആ 4 ഓണവും വളരെ ആഘോഷത്തോടു കൂടി തന്നെയാണ്. എല്ലാ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓണസദ്യയും വ്യത്യാസമില്ലേ, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് അത് മാത്രമല്ല, തിരുവോണത്തോടു കൂടി ആഘോഷം അവസാനിക്കുന്നില്ല, മകം വരെ ഉണ്ട്. മകത്തിനെ നമ്മൾ തൃക്കാക്കരപ്പനെ വെച്ചിട്ട് പൂജിക്കുന്നത് പോലെ മകത്തടിയനെ കോഴിക്കോട് ഭാഗങ്ങളിലുണ്ട്. അതെ, മകത്തടിയൻ കോഴിക്കോട്ട് മാത്രമല്ല, വള്ളുവനാട്ടിലുണ്ട്. കണ്ണൂരേക്കൊന്നും മകത്തടിയനെ വെച്ചിട്ട് വാമനമൂർത്തിയെ മഹാബലിയൊക്കെ പൂജിക്കുന്നത് പോലെ മകത്തടിയനെ പൂജിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ സർവാഹങ്കാരവും ഇല്ലാതാക്കുക എന്ന അർത്ഥത്തിലാണ് മകത്തടിയൻ. അത് സാധാരണ തൃക്കാക്കരപ്പനല്ലേ, ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വണ്ണത്തിലുള്ളൊരു തൃക്കാക്കരപ്പൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ്. അത് ഇങ്ങനെയല്ല, ആ നേരെ മറിച്ച് ഇങ്ങനെയുള്ളൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുക. അതിന് പിരമിഡ് കുറച്ചും കൂടി വീതി കൂടിയ ഒരു പിരമിഡാണ് അതിന് വരുന്നത്. അങ്ങനെ കാര്യം കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ധാരാളം കലാരൂപങ്ങളുടെ ഒരു സംഗമം കൂടിയാണ്. അതുകൊണ്ടാണ് സകല വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളുടെ ഭാരത സംസ്കാരത്തിനെ അതിനെ ഒന്നാക്കിയിട്ട് നിർത്തുന്നത്, ഇത്രമാത്രം ഭംഗിയായിട്ട് നിർത്തുന്നത് അതിൻ്റെ ചൈതന്യമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചർച്ച വല്ലാതെ ഗൗരവം പിടിച്ചതാകുന്നുണ്ട്. ഒരു പാട്ടിന് സമയമായി. ആടിക്കരിമുകിലകന്ന വാനത്തൊരാവണി കതിർമാല, നല്ല പൂവണി കതിർമാല. ആടിക്കരിമുകിലകന്ന വാനത്ത് ആവണി കതിർമാല, നല്ല പൂവണി കതിർമാല. അരചൻബലിയുടെ മനസ്സ് പോൽ കരകവിഞ്ഞു പൂഞ്ചോല, മിന്നും പളുങ്കത്തെ ചോല.